ഹായ്, അസ്സലാമലൈക്കും. അപ്പോൾ ദേ ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റിരിക്കണ കേട്ടോ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ എന്ന് ഓർത്തിട്ടാ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് ദേ കണ്ട ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ എണീറ്റത്. കാരണം ശനിയാഴ്ചയാണ്, സ്കൂളില്ലല്ലോ മോനിക്ക്. അപ്പോൾ ഏതായാലും ഇത്തിരി താമസിച്ച് എണീക്കാലോ എന്ന് ഓർത്ത്. അപ്പോൾ ഞാൻ ദേ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകിയിട്ട് പിന്നെ ബെഡ്റൂമിലെ ബെഡ്ഷീറ്റ് ഒന്നും ഞാൻ മടക്കി വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ അത് ജനലുകളൊക്കെ ഒന്ന് തുറന്നിടട്ടെ. അപ്പൊ അല്ലെങ്കിൽ ഞാൻ നേരത്തെ എണീക്കുന്നത്, സ്കൂളില്ലാത്ത കാരണം തൊട്ട് 7 മണി ആയപ്പോൾ എണീറ്റത്. അപ്പൊ ജനലൊക്കെ തുറന്നിട്ട് സൂര്യപ്രകാശമൊക്കെ നമ്മളെ വീടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോഴുള്ള നല്ലൊരു എനർജി കിട്ടണം. അപ്പൊ ദേ ഇനി റൂമൊക്കെ ഒന്ന് ജനൽ തുറന്നിട്ടിട്ട് റൂമിൽ ബെഡ്ഷീറ്റും പുതപ്പൊക്കെ മടക്കി വെക്കട്ടെ. അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? മഴയൊന്നും ഇല്ല ഇപ്പൊ അല്ലേ? ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നല്ല വെയിലാണ്. അപ്പൊ പിന്നെ അലക്കിയ തുണികളൊക്കെ ഉണങ്ങി കിട്ടും. പിന്നെ മഴയാണെങ്കിൽ കുറച്ച് തണുപ്പൊക്കെ ഉണ്ടാവും അല്ലേ? ഇപ്പൊ ഭയങ്കര ചൂടാണ്. ഞങ്ങൾക്ക് ചൂട് കൂടുതലാണ് കേട്ടോ. കാരണം 3-ാം നിലയിൽ കാരണം നല്ല ചൂടാണ്. പിന്നെ അപ്പുറത്ത് ബാക്ക് സൈഡ് പോയി നിന്നാൽ നല്ല കാറ്റ് കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് അല്പം മടക്കി വെക്കട്ടെ. അപ്പൊ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലതാ അല്ലേ? ബെഡ്റൂമൊക്കെ നല്ല ഭംഗിയായിട്ട് അടുക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷമല്ലേ? അപ്പൊ ഞാൻ മുമ്പത്തെ വീഡിയോയിലും ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കുറെ നാളായി ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്തിട്ട്. അപ്പൊ ഒന്ന് വെറുതെ ജസ്റ്റ് ചെയ്യാലോ എന്ന് ഓർത്തിട്ട് എപ്പോഴും മടി പിടിച്ചിരിക്കുന്ന വീഡിയോ ചെയ്യാൻ ഇപ്പൊ ഭയങ്കര മടിയാണ്. പിന്നെ കുറച്ച് ദിവസമായിട്ട് എൻ്റെ കൈയും വേദന ആയിരുന്നിട്ടാ. ഞാന് ഒരു സ്ഥലം വരെ പോയതായിരുന്നു. ഇപ്പൊ കാല് മടങ്ങി വീണു, കൈയൊക്കെ ചതവൊക്കെ പറ്റിയിരിക്കണായിരുന്നു. അപ്പൊ അതെ അടുക്കളയിലേക്ക് കയറട്ടെ. അപ്പൊ അതിന് മുമ്പ് എന്തെടുക്കണേ നോക്കാട്ടാ. അവിടെ മീൻ വെള്ളം ഒഴിച്ചു കൊടുക്കണേട്ടാ. അപ്പൊ മീന് വെള്ളം കുറവാ, അപ്പൊ വെള്ളം ഒഴിച്ചു കൊടുക്കണാണ്. അപ്പൊ അതേ ഒരു അലക്കാനുണ്ട് കേട്ടാ. കാരണം 3 ദിവസമായി അലക്കിയിട്ട് കറണ്ട് ബില്ല് കൂടണ കാരണം ഞാൻ 3 ദിവസത്തിട്ട് ഇപ്പൊ അലക്കണത്. അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് പഴം പുഴുങ്ങിയത്, മുട്ട പുഴുങ്ങിയതാണ് കേട്ടാ. അപ്പൊ അതേ മുട്ട പുഴുങ്ങാൻ വെച്ചേക്കാണ്. പഴം ദേ പുഴുങ്ങിയെടുക്കട്ടെ. ഇവിടെ മോനിക്ക് പുട്ട് അങ്ങനെ ഒന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ ഒന്നും അങ്ങനെ ഇഷ്ടമല്ല. അവനിക്ക് മുട്ടയും പഴവും വേണം. ഉണ്ടാക്കി എടുക്കാൻ നമുക്ക് സുഖമാണ്. നമ്മളെ ജോലി പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അപ്പൊ ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് കൊടുക്കട്ടെ. അതേ മുട്ട ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം. അതെ നമ്മത് കഴിച്ചിട്ട് വരാട്ടോ. അപ്പൊ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോ ഞാൻ അത് അലക്കാനായിട്ട് ഇട്ടിട്ട മെഷീത്തില്. എന്നിട്ട് കടയിലൊന്ന് പോണം. അപ്പൊ ഇന്നലത്തെ ചോറ് കുറച്ച് ഇതിലിരിക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും കടയിൽ പോയി വന്നിട്ട് അരി ഇടാന്നോർത്ത് മീൻ മേടിക്കാനായിട്ട് ഇക്ക കാശ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരു ഓട്ടം കിട്ടിയപ്പോ പറഞ്ഞാ നിങ്ങൾ രണ്ടുപേരും പോയി മീൻ വാങ്ങിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് മീൻ മേടിക്കാനായിട്ട് പോണേണ്. അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടാ. അപ്പൊ കുട അവൻ്റെ കയ്യിലാണ്. കുട നിർത്താൻ പറഞ്ഞപ്പോ പിന്നെ കുറച്ച് വെയിൽ കൊള്ളണം നല്ലതാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ മീൻ കടയിൽ എത്തിയിട്ട് അതെ നല്ല നല്ല മീനുകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു കുഞ്ഞ് ചാള കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോ കുഞ്ഞിച്ചാള. അപ്പൊ എന്നാ പിന്നെ കുഞ്ഞിച്ചാള വാങ്ങിക്കാലോ എന്നോർത്ത് വാങ്ങിച്ചിട്ടാ. വെറുതെ വാങ്ങിച്ചപ്പോഴേക്കും വെയില് നല്ല വെയില്. അപ്പൊ ഞാൻ പിന്നെ കുട നിവർത്തി അവൻ്റെ വാങ്ങിച്ചിട്ട്. അപ്പൊ വിറ്റാമിൻ ഡി കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് കുട നിവർത്താതിരുന്നത്. അപ്പൊ അതെ ഞങ്ങളിനി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് കേട്ടാ. കുറച്ച് നടക്കണം, ഒരു 5 മിനിറ്റ് നടന്നാൽ മതി കേട്ടോ. 5 മിനിറ്റ് നടന്നാൽ ജംഗ്ഷനിൽ നല്ല നല്ല കടകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഒരു ദിവസം നമ്മളെ ജംഗ്ഷനൊക്കെ ഞാൻ വീഡിയോ എടുക്കാട്ടോ. അപ്പൊ അതേ ഒരു പാത്രം നിറച്ചും ഉണ്ട് ചാള. അപ്പൊ ഇതൊന്ന് മുറിച്ചെടുക്കട്ടെ. അപ്പൊ അരി അടുപ്പത്തിട്ടിട്ടാണ് ഞാൻ പിന്നെ ചാള മുറിക്കാൻ വേണ്ടി നിന്നത് കേട്ടാ. കുഞ്ഞിച്ചാള കാരണം ഒരുപാട് നേരം പിടിക്കും. എന്റെ കൈയാണെങ്കിൽ മുറിഞ്ഞിരിക്കണാണ്. ഇന്നലെ പാമ്പാടെയാണ് കൊണ്ടുവന്നത്. അപ്പൊ അതൊന്ന് വരഞ്ഞപ്പോ എന്റെ കൈയും കൂടി വരഞ്ഞത്. അപ്പൊ ഞാനത് എങ്ങനെയെങ്കിലും മുറിച്ചെടുക്കട്ടെ. ഇക്ക മുറിച്ച് തന്നാനായിരുന്നു. പക്ഷെ ഓട്ടുള്ള കാരണം അത് പോയി. അപ്പൊ ഞാനിത് മീൻ മുറിക്കട്ടെ. അപ്പൊ അതേ മീൻ മുറിച്ച് കഴിഞ്ഞിട്ടത് കറിക്കുള്ളതും പിന്നെ ഉപ്പും കായത് വെച്ചിട്ട് വറക്കാനും. അപ്പൊ നല്ലോണം മൊരിയിച്ച് വറുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ അല്പം തന്നെ തേങ്ങ അരച്ച് വെക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അല്പം തന്നെ കറിയാക്കാന്ന് വിചാരിച്ചു. കാരണം എന്താന്ന് വെച്ചാൽ കുഞ്ഞിച്ചാള മുറിച്ച് വന്നപ്പോഴേക്കും 1 മണിക്കൂറല്ല കേട്ടോ, 1.25 മണിക്കൂർ ഒറ്റ പിടിച്ചത് മുറിച്ച് വരാനായിട്ട്. നല്ല പണിയാ കിട്ടിയത്. അപ്പൊ പിന്നെ അതല്പം തന്നെ കറിയൊക്കെ വെച്ച്. അപ്പൊ കുറച്ച് പാത്രങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ. എന്നിട്ട് പിന്നെ കിച്ചൺ സ്ലാബൊക്കെ ഒന്ന് തുടക്കണം. അപ്പൊ ഇത്തിരി നേരം വൈകിട്ടപ്പോ ഭക്ഷണമൊക്കെ ആകാനായിട്ട്. കാരണം കടയിൽ പോയി വാങ്ങിച്ച് പിന്നെ മീൻ മുറിച്ചൊക്കെ ഒത്തിരി നേരമായി.
അപ്പൊ എളുപ്പം തന്നെ ഇത് കഴുകി വെക്കട്ടെ. മോനപ്പൊ അവിടെ ഇരുന്ന് പഠിക്കണാണ്, എക്സാം ആകാനായല്ലോ. അപ്പൊ ടൈം ടേബിളൊക്കെ കിട്ടിയായിരുന്നു പഠിക്കണാണ്. +1 ആവുമ്പോ പിന്നെ കുറച്ചധികം പഠിക്കാനുണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പഠിക്കട്ടെ, അത് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ചോറ് കൊടുത്താൽ മതിയല്ലോ. അപ്പൊ അല്പം ഇതൊക്കെ കഴുകിയെടുക്കട്ടെ. അപ്പൊ എല്ലാവരും എൻ്റെ വീഡിയോക്ക് ലൈക്ക് അടിക്കണം കേട്ടോ. കാരണം നിങ്ങളെല്ലാവരും ലൈക്ക് അടിച്ചാലല്ല എനിക്ക് വീഡിയോ ഇനിയും ഇടാനുള്ള ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പൊ കമന്റിലൂടെയൊക്കെ എന്തെങ്കിലും എന്തായാലും കമന്റിലൂടെ അറിയിച്ചാൽ മതി കേട്ടാ. അപ്പൊ ദൈക്ക ഡ്രസ്സ് മാറാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ചോറ് വേണ്ട, അപ്പൊ പാർട്ടിയില് ഒരു മീറ്റിംഗ് ഉണ്ട്, അപ്പൊ അവിടെ എല്ലാവർക്കും ചോറുണ്ടെന്ന് പറഞ്ഞിട്ട് ചോറ് കഴിച്ചില്ല കേട്ടോ. അപ്പൊ പിന്നെ ഞാനും മോനും കൂടി കഴിക്കാലോ എന്ന് ഓർത്ത് അങ്ങനെ ഞങ്ങള് ചോറ് കഴിക്കട്ടെ. അപ്പൊ മീൻകറിയും മീൻ വറുത്തതൊക്കെ ആയിട്ട് ചോറ് കഴിക്കട്ടെ, എന്നിട്ട് കാണാം. അപ്പൊ മീൻ മുറിച്ചാണ്ട് കുളിച്ചിട്ട് ചോറ് കഴിക്കാന്ന് വിചാരിച്ചപ്പോ നല്ല വിശപ്പ്, നേരം വൈകിയല്ലോ. അപ്പൊ നല്ല വിശപ്പിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കിച്ചൺ സ്ലാവൊക്കെ ഒന്ന് തുടച്ച് അലക്കിയത് വിരിച്ചിടാനുണ്ട്, അടിച്ചു വരാനുണ്ട്. അപ്പൊ പിന്നെ ചോറ് കഴിച്ചിട്ട് ഇതൊക്കെ ചെയ്തിട്ട് കുളിക്കാലോ എന്ന് ഓർത്തിട്ടാ. കറക്റ്റ് 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങള് ഭക്ഷണം കഴിക്കാന്ന് എപ്പോഴും കഴിക്കാറിട്ടാ. അപ്പൊ അത് കാരണം ഭയങ്കര വിശപ്പായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഫ്രഷ് ആകാം ഇപ്പം തന്നെ ചോറ് കഴിക്കാന്ന് ഓർത്ത് അങ്ങനെ കഴിച്ചത്. പൊതുവേ നമ്മള് പെണ്ണുങ്ങളെന്ന് വെച്ചാൽ എല്ലാ ജോലിയും കഴിഞ്ഞ് കുളിച്ച് സമാധാനത്തിൽ ചോറ് കഴിക്കും. അപ്പോഴേക്കും ഒരു 3 മണിയൊക്കെ ആവും. അങ്ങനെയാണ് പൊതുവെ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടാ. പക്ഷേ നേരത്തെ നമുക്ക് കഴിക്കണം, എന്നല്ലേ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ ഇത് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ഇതുണ്ടാവുള്ളൂ. എല്ലാവരും കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കണമെന്നാണ് ഞാൻ പറയണത്. നമ്മളെ ആരോഗ്യം നമ്മൾ തന്നെ നോക്കണം. പിന്നെ ഞാന് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടാ. ലൈക്ക് അടിക്കണേ, ഇഷ്ടമായെങ്കിൽ കമന്റും കൂടി അറിയിക്കണം കേട്ടാ. അപ്പൊ അതെ, എന്റെ അടുക്കളയിലെ ജോലി കഴിഞ്ഞിട്ടാ. അപ്പൊ രാത്രിത്തേക്കും കൂടിയാണ് ഞാൻ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടാ. അപ്പൊ അതിന്റെ പഴയ ലൈറ്ററാണ്, അത് കേടായി. അപ്പൊ പുതിയ ലൈറ്റർ വാങ്ങിച്ചതാണ്. അപ്പൊ അതേ കിച്ചൺ സ്റ്റൗമ്മ ഞാൻ മിക്സിയും സ്റ്റൗവും മാത്രം വെച്ചിട്ടുള്ളൂ. പിന്നെ സ്റ്റൗവിന്റെ മുകളില് വെള്ളവും ചോറും കറിയും അങ്ങനെ വെച്ചിട്ടുള്ളൂ. അതിനിപ്പുറത്ത് ഞാൻ പുറത്തിരുന്ന് വെച്ച ടേബിൾ ഞാൻ അടുത്ത് അകത്തേക്ക് ഇട്ടിട്ടാ. ഇതിന്റെ മുകളിലിപ്പോ എനിക്ക് പാത്ര സ്റ്റാൻഡ്, മുള്ളിക്കൊട്ട, ഗ്രൈൻഡറൊക്കെ വെക്കാലോ. പിന്നെ അതേ കട്ടിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് അവിടെ ഇരുന്നോണ്ട് ഉള്ളിയൊക്കെ ഒഴിച്ച് കട്ട് ചെയ്തെടുക്കാം. പിന്നെ എനിക്ക് ചായ കുടിക്കണമെങ്കിൽ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിക്കാലോ എന്ന് ഓർത്തിട്ട് ഞാൻ അതേ ഇവിടെ കൂടെ നിട്ടതാണ് കേട്ടാ. അപ്പൊ താഴത്ത് ഞാൻ അരിയിടുന്ന ബക്കറ്റും പിന്നെ കുറച്ച് പാത്രങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പൊ അലക്കിയതൊക്കെ അതേ ഉണക്കി എടുത്തിട്ടുണ്ട്, മെഷീനത്തിലിട്ടിട്ട് ഇതൊക്കെ ഒന്ന് വിരിച്ചിടണം. അത് കഴിഞ്ഞിട്ട് അടിച്ചു വാരി കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആകണം. അപ്പേക്കും 4 മണിയൊക്കെ ആയിട്ടാ. ഇനി നിസ്കരിച്ചിട്ടില്ല. കാരണം മീൻ മുറിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ചാളയൊക്കെ മുറിക്കുമ്പോ മേത്തൊക്കെ തെറിക്കും. അതുകൊണ്ട് ഞാൻ നിസ്കരിച്ചില്ല. അല്ലെങ്കിൽ ഞാൻ അല്പം തന്നെ പോയി കയ്യും കാലും കഴുകിയിട്ട് നിസ്കരിക്കണതായിരുന്നു. അപ്പൊ ഇനി അലക്കിയതൊക്കെ ഒന്ന് വിരിച്ചിടട്ടെ. അലക്കിയതൊക്കെ വിരിച്ച് പിന്നെ ഇത് എൻ്റെ തീർന്ന മരുന്നുകളുടെ ഡപ്പകളുണ്ട് കേട്ടോ. അപ്പൊ അതെല്ലാം അവിടെ അലങ്കോലായി കിടക്കണേണ്. അപ്പൊ അതൊക്കെ തീർന്നതൊക്കെ മാറ്റിയിട്ട് ഇവിടെ ഒന്ന് ഒതുക്കിയിടാന്നോർത്ത്. അപ്പൊ അതെ, ആവശ്യമില്ലാത്തതൊക്കെ ഈ ബോക്സിലാക്കിയിട്ടാ. ഇനി പുറത്തുകൊണ്ടുപോയി വെക്കണം. അപ്പൊ അതെ, ഞാൻ ഒതുക്കിയത് കാണിച്ചു തരാം. കണ്ട, ആവശ്യമുള്ളത് മാത്രം വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇതൊക്കെ എൻ്റെ മരുന്നുകളാണ്, കൈവേദനയുടെ മരുന്നുകളാണ് അതൊക്കെ. പിന്നെ അതെ, ഫ്രിഡ്ജിന്റെ മുകളും കൂടി ഒന്ന് ഞാൻ ക്ലീൻ ചെയ്തിട്ടാ. എന്നാലും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് അതിന്റെ മുകളിൽ വെക്കും. എനിക്ക് എപ്പോഴും ഇങ്ങനെ നീറ്റായിട്ടിരിക്കുന്നതാ ഇഷ്ടം. അപ്പൊ അത് അല്പം ഒന്ന് അടിച്ചു വരട്ടെ. അപ്പൊ മോൻ അവിടെ ഇരുന്ന് പഠിക്കണുണ്ട്. അപ്പൊ ഞാൻ അല്പം അടിച്ചു വരട്ടെ എന്ന് വിചാരിച്ചു. കാരണം മോനിക്ക് വീഡിയോയില് ഇഷ്ടമല്ലാട്ടത്, അവനെ നീറ്റ് കൂട്ടിപ്പോ തന്നെ കണ്ടില്ലേ, അവനക്ക് ഇഷ്ടമല്ല വീഡിയോയില് നിക്കണത്. അപ്പൊ ഞാൻ എന്നാലും അവനെ വെറുതെ വീഡിയോയിൽ ഉൾപ്പെടുത്തും കേട്ടാ. അപ്പൊ അല്പം ഒന്ന് അടിച്ചു വരട്ടെ. അപ്പൊ റൂമൊന്നും അടിക്കണതൊന്നും എടുത്തില്ല കേട്ടോ. ജസ്റ്റ് ചിലപ്പോൾ തന്നെ ചെറിയൊരു വീഡിയോ അങ്ങനെ എടുത്തുള്ളൂ. കാരണം ലെങ്ത് കൂടിയാ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പൊ അടിച്ചു വാരി ഇട്ടിട്ട് പോയി ഫ്രഷ് ആയി വരാമല്ലോ എന്നോർത്ത്. അപ്പൊ ഇപ്പൊ തന്നെ ഒരു 4:30 മണി ആയിട്ടാ. പിന്നെ വൈകുന്നേരത്തേക്ക് ഫ്രൂട്ട്സ് ഇരിപ്പുണ്ട്, അത് കഴിച്ചോളും. കടി അങ്ങനെ കഴിക്കണത് ഇഷ്ടമൊന്നുമല്ല. അപ്പൊ ഫ്രൂട്ട്സ് കഴിച്ചോളും. അപ്പൊ ഇന്നത്തെ ജോലി ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടോ. നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ വന്നിരുന്നുള്ളൂ. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.